തൈപ്പൊങ്കൽ ദിനമായ ഇന്ന് മുതൽ 4 ദിവസം ആഘോഷങ്ങൾ നടക്കും. ഒരു റിപ്പോർട്ട് കണ്ടുവരാം. തമിഴ്നാടിന്റെ കാർഷികോത്സവമായ തൈപ്പൊങ്കലിന് ഇന്ന് തുടക്കമായി. തമിഴ്നാടൻ ഗ്രാമങ്ങളിലും ഇടുക്കി ജില്ലയിലെ തമിഴ് തോട്ടം തൊഴിലാളി മേഖലകളിലും ആഘോഷങ്ങളുടെ അരങ്ങുണർന്നു. വിളവെടുപ്പിന്റെയും സമൃദ്ധിയുടെയും കാലമാണ് തൈപ്പൊങ്കൽ. മകരം 1-ന് ഉദയസൂര്യനെ നോക്കി മുറ്റത്ത് കൂട്ടിയ അടുപ്പിൽ മൺപാത്രത്തിൽ വെള്ളവും പാലും ഒഴിച്ച് അത് തിളച്ചു വീഴുന്നതിനെയാണ് പൊങ്കൽ എന്ന് പറയുന്നത്. നല്ല വിളവിന് സഹായിച്ച ഭൂമി, സൂര്യൻ, അധ്വാനത്തിന് സഹായകമായ കാള, പശുക്കൾ എന്നിവയോട് നന്ദി അറിയിക്കുന്നതും പൊങ്കലിന്റെ ഐതിഹ്യത്തിൽപ്പെടുന്നു. വിളയിച്ചെടുത്ത നെല്ലിൽ പൊങ്കാലയിട്ട് അടുത്ത വർഷവും കാർഷിക സമൃദ്ധി ഉണ്ടാകണമെന്ന പ്രാർത്ഥനയോടെ സൂര്യ നമസ്കാരം ചെയ്യുന്നത് ഉത്സവത്തിന്റെ ഭാഗമാണ്. முனியாண்டி சாமி, கருப்பசாமி, வன கருப்பசாமி, பேச்சியம்மன், காளியம்மன், விநாயகர் திருவிழா நடந்துக்கிட்டு இருக்கு. வருஷம் சிறப்பாக நடக்கும். வருஷம் 30 கிடாவைகளை வெட்டுவாங்க. இது ஊர் திருவிழாவோட மிக சிறப்பாக இருக்கும். 36 வருஷமாக இந்த திருவிழா நடந்துக்கிட்டு இருக்கு. இந்த திருவிழாவுக்கு வெளியூர்லேருந்து வெளி கிராமத்திலிருந்து எல்லா மக்களும் நிறையா பேர் வருவாங்க. കരിമ്പ് വിൽപ്പനയും ഗ്രാമങ്ങളിൽ തകൃതിയായി നടക്കുകയാണ്. പൊങ്കലിന്റെ 2ാം ദിവസമായ മാട്ടുപൊങ്കൽ ദിനത്തിൽ തൊഴുത്തും കാളകളെയും അലങ്കരിച്ച് തൊഴുത്തിന്റെ മുറ്റത്ത് പൊങ്കാലയിടും. 3ാം ദിവസം വീടുകളിൽ കാണും പൊങ്കലാണ്. 4ാം ദിവസം ഗ്രാമവാസികൾ ഒരുമിച്ച് ഇന്ദ്രവിഴ എന്ന പേരിൽ തെരുവുകളിൽ പൊങ്കാലയിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യും. നാളെ നടക്കുന്ന മാട്ടുപൊങ്കലിന്റെ ഒരുക്കങ്ങളും വീടുകളിലും ക്ഷേത്രങ്ങളിലും തുടങ്ങി. ഉടുമ്പൻചോല ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ പൊങ്കലാഘോഷങ്ങളുടെ അരങ്ങുണർന്നു. ആവേശ തിമിർപ്പിലാണ് തമിഴ് തോട്ടം തൊഴിലാളികൾ. ഉടുമ്പൻചോലയിൽ നിന്നും ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്.